ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചക്ക മൂത്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങിയിട്ടാണ്. ഇപ്പോൾ ഒരു മൂത്ത ചക്ക താഴത്ത് നിൽക്കുന്നുണ്ട്, മുകളിൽ ഇഷ്ടംമാതിരി മൂത്ത ചക്ക നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എത്തില്ല, തോട്ടുണ്ടെങ്കിലും കൂടെ എനിക്ക് അങ്ങനെ പിടിച്ചിട്ട് ഇടാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ മേലേക്ക് എങ്ങാൻ വീണാലോ വിചാരിച്ചിട്ട് അതിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മെനക്കെട്ടില്ല, ഞാൻ തലയ്ക്ക് വീണ്ടാ വെച്ചിട്ട്. പക്ഷേ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ ഞാനതിനെ വെട്ടി നോക്കി, നല്ല മൂത്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ചക്ക ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പൊളിക്കുമ്പോഴേ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തൊരു ചക്കക്കാലത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മനസ്സിലിങ്ങനെ വന്നു കേട്ടോ. കാരണം അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി ചക്ക ഉണ്ട്, എല്ലാ വീട്ടിലും ചക്ക ഉണ്ടാവും. പിന്നെ ഇടിച്ചക്കയിൽ തുടങ്ങിയിട്ട് നമ്മൾ ചക്കപ്പായസം വരെ എത്തി നിൽക്കും ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ. ഇടിച്ചക്ക കഴിഞ്ഞാൽ അടുത്ത ചക്ക പറഞ്ഞാൽ മടലോടക്കനെ അരിഞ്ഞിട്ട് അത് ഉപ്പേരി വയ്ക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മൂത്തതാണെങ്കിൽ ചക്ക ഉപ്പേരി, ഇങ്ങനത്തെ ഉപ്പേരി വയ്ക്കും. അത് കഴിഞ്ഞാൽ ചക്കയിട്ട് ചക്കയപ്പം, ചക്കവിയൽ, ചക്കപ്പുഴുക്ക്, പഴുത്ത ചക്ക, ചക്ക വറുത്തത്, ചക്ക ഉണക്കി കൊണ്ടാട്ടാക്കും, ചക്കപ്രഥമൻ വയ്ക്കും. അങ്ങനെ ഒരു ചക്കമയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ എൻ്റെ കുട്ടികളൊന്നും ചക്കപ്പേരിയൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ ഞാനത് കഴിക്കുന്നത് കണ്ടിട്ടായിരിക്കും, എൻ്റെ ഹസ്ബൻഡ് നല്ല ഇഷ്ടമാട്ടോ ചക്ക. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇപ്പോൾ അവരും കുറേശ്ശെ കഴിച്ചു തുടങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയും, നിങ്ങളിതൊന്നും ടേസ്റ്റ് നോക്കുക, എന്നും ഇപ്പോൾ ബർഗറും ഇതൊക്കെ നിങ്ങൾ എല്ലായിടത്തും നിങ്ങളത് എവിടെയും കിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് അവരേനെയും ഞാൻ ഇതൊക്കെ കഴിക്കാൻ പഠിപ്പിച്ചത്. ആദ്യമൊക്കെ കുറച്ച് ഇപ്പം മോളൊക്കെ നന്നായി കഴിക്കും, മോൻ കുറച്ചൊക്കെ കഴിക്കും, എന്നാൽ തീരെ കഴിക്കാണ്ടിരിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ചക്കപ്പേരിയൊക്കെ ഇഷ്ടമാണ്, കട്ടൻ ചായയും ചക്കപ്പേരും. പക്ഷേ ഇപ്പോൾ ഈ ചക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മീൻകറി വേണം, എനിക്ക് അങ്ങനെ ഇഷ്ടം. അപ്പോൾ ചക്ക കിട്ടാത്തവരുണ്ട് വെച്ചെങ്കിൽ ഈ സമയത്ത് നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ. ഇങ്ങോട്ട് വന്നാൽ ഞാൻ തരാം കേട്ടോ. എന്താ പറയുക, കിട്ടണവരാണെന്ന് വെച്ചെങ്കിൽ അവർ വെക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കുറേ ആൾക്കാർ ചക്കയൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെ വെക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ചക്ക ഉപ്പേരി ഞങ്ങൾ ഇതൊക്കെ 4 മണി സമയത്ത് ഉണ്ടാക്കുക. ചക്ക വേവിച്ചിട്ട് ഉള്ളിയും മുളകൊക്കെ കുത്തിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തിടും. കറിവേപ്പിനെല്ലാം വെളിച്ചെണ്ണയിലാണ് ചെയ്യണം കേട്ടോ, എന്നാൽ തന്നെ അതിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് വരുള്ളൂ. പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ രാവിലെ റേഡിയോ വെക്കും, അത് കേട്ടിട്ടാവും ഞങ്ങൾ നീക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പോണതിനനുസരിച്ചിട്ട് ക്ലോക്കിലെ സമയം നോക്കണ്ട, അതിൽ ഓരോ പരിപാടി പറയും, അതിലും വീടും ശബ്ദരേഖ അങ്ങനെയൊക്കെ അതനുസരിച്ചിട്ട് പറയാം. തുടങ്ങി വേഗം കൊണ്ടാൽ നന്നാക്കണം, അങ്ങനെ പെട്ടെന്ന് അടുപ്പത്ത് വെക്കണം. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ടി വി ഒക്കെ ഞാൻ 7ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് ടി വി ഒക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഈ റേഡിയോ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ പറമ്പിലിറങ്ങിയാൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ഒരു ഭയങ്കര അന്നത്തെ കാലം അന്ന് വളരുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ നമ്മൾ ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ നല്ലൊരു കാലഘട്ടമായിരുന്നു. അന്ന് അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ആ കാലത്ത്. ഞങ്ങളുടെ പണ്ടാണെങ്കിൽ അതിലും ഇതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അതൊന്നും ഇല്ലയെന്ന് പറയില്ല. പക്ഷേ അതും നല്ലൊരു നമുക്ക് ഭയങ്കര ഇപ്പം ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈ ചക്ക ഇത് മറ്റേ എന്താ പറയുക, കൂഴച്ചക്ക ഞങ്ങളിതിനെ പഴച്ചക്ക എന്നാണ് പറയുക. അതായത് ഇങ്ങനെ നൂലുള്ള ചക്കയാണിത്. പക്ഷേ ഇത് ഉപ്പേരിക്ക് എലിശ്ശേരിക്കൊക്കെ മറ്റേ വരിക്കച്ചക്കേനേക്കാളും നല്ല എന്താ പറയുക പൊടി ഉണ്ടാവുക ഈ ചക്ക കേട്ടോ. ഇതിൻ്റെ എന്താ വെച്ചാൽ ചുള നല്ല വലിപ്പമുണ്ട്, ഉള്ളിലത്തെ കുരു അതിന് മാത്രം വലിപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു കുരു ഇടണം എന്നാണ് പറയുക. കാരണം ഞാൻ ഇത്രയും മക്കളെ പ്രസവിച്ചിട്ട് എൻ്റെ ഒരു കുട്ടി പോലും എൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് പറയുന്നു അച്ഛമ്മയൊക്കെ പറയണേക്കാം. അപ്പം ഞാൻ അതുപോലെ ഒരു കുരുവൊക്കെ ഇട്ടിട്ടുണ്ട്, 1-2 കുരുകൾ ഇട്ടിട്ടുണ്ട്. നല്ല കട്ടൻ ചായ ഉണ്ടാക്കി, ഇതാ ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടാവില്ല, ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കും. ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്, ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് മീൻകറി കൂട്ടി കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, അത് കൂട്ടിയിട്ട് ചെമ്മീനും മാങ്ങയിട്ട് വെച്ചത്. മാങ്ങ നമ്മുടെ തൊടിയിലുണ്ടായതാണ്, അതും കൂടിയിട്ട് വെച്ച കറിയാണ്. അത് കൂട്ടിയിട്ട് പുളിയേരും ഉപ്പൊക്കെ കൂട്ടി എന്തൊരു ടേസ്റ്റാണെന്നറിയോ. നല്ല ചക്കയാണ് കേട്ടോ, നല്ല വെള്ളം വേണം അതിന്. ചക്ക വെള്ളം നന്നായി വേണം. ചക്കനെ വീർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയൊരു കാര്യം, ഇതുപോലെ എപ്പോഴും മീൻകറി നോൺ വെജ് മാത്രമേ കാണിക്കുള്ളൂ. അതല്ല, ഈ നോൺ വെജ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ ഇതിൻ്റെ ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരു മാങ്ങയും കൂടിയിട്ട് പുളി വയ്ക്കുക. ചക്കക്കുരു മാങ്ങി വേവിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇട്ടാൽ ഇതിന് നല്ല
കോമ്പിനേഷനാണ്. അപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും. ഇതിൻ്റെ തന്നെ കുരുവും കൊണ്ട് കറി വയ്ക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും നോൺ വെജ് കറികളാണ് ഇതിലേക്ക് പറയണതെന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷെ ചമ്മന്തിനേക്കാൾ രസം അതാണ് കേട്ടോ. ആ കറി ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ചേമ്പായാലും മതി. പക്ഷെ ചേമ്പാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഈ ചക്കയും ഒരു കട്ടിയുള്ള ചേമ്പും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ കറിയാണ് ചക്കക്കുരു മുളക് പൂശം. അപ്പോൾ ഇഷ്ടമുള്ളവർ അതൊന്ന് ട്രൈ ചെയ്യും. ഇനി കുറച്ചും കൂടി ചക്ക ഉണ്ട്. വലിയ ചക്കയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചക്കയ്ക്ക് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നുറുക്കിയിട്ട് ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അപ്പോൾ ഞാൻ ഒക്കെ കൂടി ഒരു വലിയ ബോക്സിലല്ല 2-3 ബോക്സിലാക്കി നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളത് പുറത്തേക്ക് എടുത്ത് വെച്ച് പിന്നെയും ഫ്രിഡ്ജിൽ അത് തണുപ്പ് വിട്ട് കയറ്റി വയ്ക്കുമ്പോൾ നന്നാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ പാകത്തിനുള്ള രീതിക്കായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ അനുസരിച്ചിട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് തോനെ കിട്ടും. ഇപ്പോൾ ഈ കാലത്തൊക്കെ കിട്ടിയാലേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്താൽ ഇതിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ചക്ക നന്നാവില്ല. ഇപ്പോൾ കിട്ടുന്നതാണ് ഏറ്റവും നല്ല ചക്ക. ഉണക്കാനും ആയാലും വറക്കാനായാലും ഉപ്പിരിക്കായാലും ഒക്കെ. മഴയത്ത് ഇങ്ങോട്ട് വെള്ളം ഉള്ളിൽ കയറിയ ചക്കയ്ക്ക് ടേസ്റ്റും ഉണ്ടാവില്ല, മധുരം കുറയും. ബാക്കി ഇനിയും ഉണ്ട് ചക്ക. കുറച്ച് ഞാൻ നന്നാക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കി. ബാക്കിയുള്ളത് ഇനി എലിശ്ശേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടേക്ക് എലിശ്ശേരി എന്നാണ് പറയുക. നിങ്ങളവിടേക്ക് എന്താ പുഴുക്കോ അങ്ങനെയാണോ പറയുക? അതെനിക്കറിയില്ല കേട്ടോ. പുഴുക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പച്ചമുളകും തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ചതയ്ക്കും. ചില ആൾക്കാർ ജീരകം, അതിന് ഞങ്ങൾ പുഴുക്ക് പറയാം. ഇത് തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യും. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് മഴയൊക്കെ വന്ന സമയത്ത് ഒക്കെ ഉപ്പേരിയായിട്ടും എലിശ്ശേരിയായിട്ടൊക്കെ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരും ഇതുപോലെ നന്നാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. പഴുത്ത ചക്ക വരെ സ്റ്റോർ ചെയ്യുന്നില്ലേ, കുരുവൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കിട്ടുകയാണെങ്കിൽ മഴക്കാലത്തെ പറ്റിയിട്ടാവില്ല, അത് നന്നാവില്ല തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കളറൊക്കെ കയറും ചക്ക മഴ കൊണ്ടിട്ടേ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഗൾഫിലുള്ളവർ വരുമ്പോഴേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ആൾക്ക് കുറേ കാലം കഴിഞ്ഞ് കഴിക്കാം. പിന്നെ ഉണക്കുക, ഉപ്പിട്ടിട്ട് ഉണക്കിയിട്ട് ഒന്നുകൊണ്ട് ആവി കൊള്ളിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഉണക്കിയിട്ട് നല്ല വെയിലുണ്ടല്ലോ, ഉണക്കിയിട്ട് നമുക്ക് പിന്നെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ വറുത്തിട്ട് തിന്നാം. ചിപ്സ് പോലെ തന്നെ ഇരിക്കും. ചക്ക ചിപ്സിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ ഉണക്കിയത്, പക്ഷെ എന്നാലും നല്ല രസം തന്നെയാണ്. ആ സമയം നല്ല മഴ പെയ്യുമ്പോഴാണ് അതൊക്കെ നല്ല കട്ടൻ ചായയും പരിപ്പുവടയും പോലെയുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. ഞാൻ ആ കുട്ടിക്കാലത്തൊന്നും കഴിച്ചിരുന്നില്ല. ഇപ്പം എനിക്ക് എന്താണോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിനും നല്ല ഇഷ്ടം. ഞങ്ങൾ ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കും കേട്ടോ. ഇതുണ്ടെങ്കിലും മീൻകറി നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ചക്കക്കുരു എൻ്റെ മുളക് ഊശിയല്ലേ അത്. എലിശ്ശേരി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്നൊക്കെ ഇതേപോലെ അരിഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പം, അതായത് നകയ്ക്ക വെള്ളം വയ്ക്കുക. എൻ്റെ ചക്ക ഞാൻ പറഞ്ഞില്ലേ, ചക്ക നല്ല വലിപ്പമാണ്. ചക്കക്കുരു ചെറുതും ചക്ക നല്ല വലുത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നല്ല വെള്ളം വേണം. ഉപ്പേരി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വലിയൊരു കപ്പ് ചക്കയും വെള്ളവും ഒപ്പത്തിനാണ് കേട്ടോ ഞാൻ വെച്ചത്. ഇനി 1 സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഇതിനൊന്നിങ്ങനെ ഷേക്ക് ചെയ്യുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. എലിശ്ശേരിക്ക് നല്ല ചക്ക വെന്ത ഉടയണം. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു 3 വിസിൽ വെച്ചിട്ടോ. 3 വിസിലാകുമ്പോൾ തന്നെ ചക്ക നല്ല വെന്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ പഴച്ചക്കയാണെന്നത് കൊണ്ട് 3 വിസിലിന് നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കും, ഉപ്പ് എല്ലാ സൈഡിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുളക് പൊടി കൂടുതൽ ഇടരുത് കേട്ടോ, അതിൻ്റെ കളറൊരു മഞ്ഞ കളർ വരണം. അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ വേണം. ഇതിലേക്ക് 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ വേണം, പിന്നെ 2-3 ചെറിയ ഉള്ളി വേണം, പിന്നെ ജീരകവും വേണം. ഇതും കൂട്ടിയിട്ട് നമുക്ക് വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കുക. നല്ലോണം ഇങ്ങനെ വെണ്ണ പോലെയൊന്നും അരയണ്ട, പക്ഷെ എന്നാലും അരയണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന വെച്ചെങ്കിൽ പാകത്തിന് ഉപ്പുണ്ടായിക്കോട്ടെ. കാരണം എൻ്റെ ചക്ക നല്ല വെന്തിട്ടുണ്ട്. നമ്മുടെ ചക്ക നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ എനിക്കിതിൽ വെള്ളം കുറവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും വെള്ളം ഉണ്ട്, ശരിക്കും ഇതായി കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വറ്റിയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അരപ്പും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ താളിക്ക വേണ്ടത്. നല്ല ഉടയ്ക്കണം കേട്ടോ, നന്നായിട്ട് ഒന്ന് ഉടയ്ക്കണം. കുറച്ച് ചക്ക കഷ്ണങ്ങളും കിട്ടണം, കുറച്ച് ചക്ക അങ്ങനെ കെടുക്കും വേണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതും മീൻകറി. എനിക്ക് ചക്കപ്പേരി ഇഷ്ടമാണ്, ഇതൊക്കെ അതിലും ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് മീൻകറി. മുളക് ഊശിനായാലും കുഴപ്പമില്ല, തേങ്ങ അരച്ച കറിയായാലും കുഴപ്പമില്ല, വറുത്തരച്ചതായാലും കുഴപ്പമില്ല.
അതിൻ്റെ കൂടെ ഇതൊരു സൂപ്പർ സാധനമാണ്. നമുക്കുണ്ടാവില്ലേ എന്താ പറയുക, നല്ല അൽഫാമൊക്കെ അതുപോലെയാണ് എനിക്ക് ഈ സാധനം. ഇപ്പം അത്യാവശ്യം വെള്ളം, ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലാണ് തോന്നും, ഒട്ടും വെള്ളം കൂടിയില്ല, വെള്ളം കുറവ് തന്നെയായിരുന്നു ഇത്രയും വെള്ളം ഒഴിച്ചിട്ടും. ഇനി നല്ല വെളിച്ചെണ്ണയിൽ ഇത് കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ കൂടിയിട്ട് വറുത്തിട്ട്, അതിൽ ഞങ്ങളുടെ ഭാഗത്തിൽ ഉള്ളി ഇടാറില്ല, പക്ഷേ ചിലർ ഉള്ളി ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളി മൂപ്പിച്ചിടും, പിന്നെ തേങ്ങ വറുത്ത് ചേർക്കാറുണ്ട്. ഇത് ഞാൻ ചെയ്യാറില്ല കേട്ടോ, തേങ്ങ വറുത്തിടാറില്ല. നിങ്ങളവിടേക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യും. എനിക്കിഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയാണോ കഴിച്ച് ശീലമുള്ളത് ആ രീതിയിൽ ചെയ്തോളൂ കേട്ടോ. ഇത് ഡബ് ചെയ്യുമ്പോൾ ഞാനത് നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഡബ് ചെയ്യുക. അപ്പോൾ എനിക്ക് വായിൽ വെള്ളപ്പരിപ്പില്ലേ സാധനം. ഉണ്ടാക്കിയിട്ട് വേണം. കുറച്ച് ഞാൻ ചക്ക സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ, എപ്പോഴെങ്കിലും കഴിക്കാനുള്ള കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കാത്തൊരു ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. കണ്ടില്ല ഇപ്പോൾ വെള്ളമൊക്കെ ഞാൻ പറഞ്ഞില്ലേ പാകമായിട്ട് നിൽക്കുക. ഞാനിതിൻ്റെ മേലേക്ക് നല്ല മീൻ കറി ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട് ചക്ക കറി, പിന്നെ കുറച്ച് നേരം വെച്ച് അങ്ങനെ ചൂടാറിയതാണ്. പക്ഷേ ചക്ക നല്ല ചൂടുണ്ട്, എൻ്റെ കൈ പൊള്ളണ്. കണ്ടില്ലേ, ഈ രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.